സാക്ഷ്യം വഹിക്കാനാണ് നാം ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഇന്ന് ഈ മഴമേഘങ്ങൾ മാറി നിൽക്കുമ്പോൾ ഈ ഇളം തെന്നലിനൊപ്പം ചരിത്ര പ്രസിദ്ധി നേടിയ രാജനഗരിയായ തൃപ്പൂണിത്തുറയിൽ നാം ഒന്നു ചേർന്നിരിക്കുന്നു. നമ്മുടെ 10 ദിന ഓണാഘോഷങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കം കുറിക്കുന്ന മഹത്തായ സാംസ്കാരിക ഘോഷയാത്ര അത്തച്ചമയം 2026 ഏവർക്കും സ്വാഗതം. അത്തച്ചമയത്തിന്റെ ആത്മാവ് എന്താണെന്ന് മനസ്സിലാക്കാൻ നാം ഇപ്പം ചരിത്രത്തിലേക്ക് നോക്കേണ്ടത്. സമൃദ്ധിയുടെ സാഹോദര്യത്തിന്റെ അത്തം ദിനാശംസകൾ നേരുന്നു. അത്തം ഘോഷയാത്ര ഉദ്ഘാടന സമ്മേളനം സമാരംഭിക്കുകയായി. ഉദ്ഘാടന വേദിയിലേക്ക് എല്ലാ വിശിഷ്ടാതിഥികളെയും ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയനും ബഹുമാനീയനുമായ കേരള മുഖ്യമന്ത്രി ശ്രീ അഡ്വക്കേറ്റ് വി ഡി സതീശൻ അവർ, യോഗത്തിന്റെ അധ്യക്ഷൻ തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലം MLA ശ്രീ ദീപക് ജോയ്, പോലീസ് ശ്രീ കാളിരാജ് മഹേഷ് കുമാർ അവരെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സർവജഗത്തും നിറഞ്ഞിരിക്കും സർവചരാചര നിത്യഭൂമിൻ മനതാരിൽ വിളങ്ങുവാൻ നിത്യനിരാമയ കൈതൊഴുന്നേൻ സത്യസ്വരൂപന കൈതൊഴുന്നേൻ. ചടങ്ങിന്റെ സ്വാഗത ഭാഷണം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ എൽ ബാബു അവരെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സ്നേഹോഷ്മളമായി ഹൃദയംഗമമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ശ്രീ അനൂപ് ജേക്കബ്, എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ 10 വർഷമായിട്ട് 15 വർഷമായിട്ട് അദ്ദേഹം ഈ അത്താഘോഷത്തിന്റെ സാന്നിധ്യമാണ്. അദ്ദേഹത്തെ മന്ത്രി ശ്രീ അനൂപ് ജേക്കബിനെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബഹുമാന്യനായ അധ്യക്ഷൻ, നമ്മുടെ യുവ MLA, സോ ഹംബിൾ ആൻഡ് സിമ്പിൾ, ഒരു ജനപ്രതിനിധി എന്നുള്ളതിന്റെ എങ്ങനെയായിരിക്കണം ജനപ്രതിനിധിയുടെ പ്രവർത്തനം എന്നുള്ളത് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നമ്മുടെ ഈ തൃപ്പൂണിത്തുറക്കാർക്ക് മനസ്സിലാക്കി തന്ന നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള MLA ശ്രീ ദീപക് ജോയിയെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നെടുമുടി വേണുവും ശ്രീനിവാസനും അതുപോലെയുള്ള തിലകനും പോലെയുള്ള നിരവധി മഹാരഥന്മാരുടെ
അവരെ എല്ലാം സമന്വയിപ്പിച്ചാൽ ഒറ്റവാക്കിൽ നമുക്കിന്ന് പറയാവുന്ന ഒരു പേരാണ് ശ്രീ ജഗദീഷ്. മലയാളത്തിലെ ഇന്ന് ന്യൂജൻ സിനിമകളിലും എല്ലാത്തരം സിനിമകളിലും നിറസാന്നിധ്യമായിട്ടുള്ള, നമുക്ക് മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള, സന്തോഷകരമായിട്ടുള്ള നിരവധി അഭിനയ മുഹൂർത്തങ്ങൾ നമുക്ക് പകർന്നു നൽകിയ നമ്മുടെ പ്രിയ നടൻ ശ്രീ ജഗദീഷിനെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട MP, അദ്ദേഹത്തിനും കൂടുതൽ വിശേഷണങ്ങൾ ഞാൻ നൽകുന്നില്ല. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ അത്തം വേദിയുടെ നിറസാന്നിധ്യമാണ് അദ്ദേഹം. ഓരോ തൃപ്പൂണിത്തുറക്കാരനും സുപരിചിതനായിട്ടുള്ള ശ്രീ ഹൈബി ഈഡൻ MP-യെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയങ്കരനായിട്ടുള്ള MP ശ്രീ ഫ്രാൻസിസ് ജോർജ്, അദ്ദേഹവും നിരവധി തവണ ഈ വേദി പങ്കിട്ടുള്ളതാണ്. അദ്ദേഹം ഒരിക്കൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുക വരെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെയും ശ്രീ ഫ്രാൻസിസ് ജോർജ് MP-യെയും ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് PL ബാബു, മറ്റ് ബഹുമാന്യരായ വേദിയിലും സദസ്സിലിരിക്കുന്ന സംഘാടകരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് ഈ വേദി ഗൃഹാതുരത്വം നിറഞ്ഞ സ്മരണകൾ എൻ്റെ മനസ്സിലേക്ക് ഇരമ്പിയെത്തുന്ന ഒരവസരം കൂടിയാണ്. ഇവിടെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ വളരെ ചെറിയ പ്രായത്തിൽ നിങ്ങളെ പോലെ വന്ന് അത്തച്ചമയം നിരീക്ഷിക്കാൻ വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. നെട്ടൂരിൽ നിന്നും തൃപ്പൂണിത്തുറ വരെ അത്തച്ചമയം കാണാൻ നടന്നു വന്നിട്ടുണ്ട്, ബസ്സിൽ വന്നിട്ടുണ്ട്, കുറച്ചുകൂടി വലുതായപ്പോൾ സൈക്കിൾ ചവിട്ടി വന്നിട്ടുണ്ട്. എല്ലാ അത്തച്ചമയ ആഘോഷങ്ങളും അതിൻ്റെ സാംസ്കാരിക ഘോഷയാത്രയും തുടങ്ങി അവസാനിക്കുന്നത് വരെ കാത്തു നിൽക്കാനുള്ള ഒരു ആഗ്രഹം എല്ലാ പ്രാവശ്യവും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഈ വേദിയിൽ വന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആ രസകരമായ മനോഹരമായ ഓർമ്മകളെല്ലാം മനസ്സിലേക്ക് ഓടിയെത്തുകയാണ്. നമുക്കറിയാം, തൃപ്പൂണിത്തുറയ്ക്കും അത്തച്ചമയത്തിനും ഒരു രാജകീയമായ പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യമാണ് അത്തച്ചമയം ഘോഷയാത്രയെ അന്വേഷിച്ച് നമ്മൾ പോയാൽ കാണാൻ കഴിയും. കൊച്ചി രാജാവ് ആടയാഭരണങ്ങളും രാജകീയ വസ്ത്രങ്ങളും ധരിച്ച് ജനങ്ങളെ കാണാനിറങ്ങുന്ന, സമയത്തോടുകൂടി ഇറങ്ങുന്ന
ഒന്നായിരുന്നു ആ ഘോഷയാത്ര. അതിന് പല ചരിത്രപരമായ വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന്, തൃക്കാക്കര ക്ഷേത്രത്തിലെ അവിടുത്തെ ഉത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കൊച്ചിയും തിരുവിതാംകൂറും തമ്മിൽ തർക്കം വന്നപ്പോൾ, പണ്ട് തർക്കം തീർത്തിരുന്നത് യുദ്ധം ചെയ്താണ്. കൊടുങ്ങല്ലൂരിലെ ചേരമാൻ പറമ്പിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ തിരുവിതാംകൂറിനെ പരാജയപ്പെടുത്തി കൊച്ചി വിജയിച്ചപ്പോൾ ആ തൃക്കാക്കര ക്ഷേത്രത്തിലെ ഉത്സവം നടത്താനുള്ള അവകാശം അത് കൊച്ചി രാജ്യത്തിന് കിട്ടിയതിന്റെ സന്തോഷമായി തുടങ്ങിയതാണ് അത്തച്ചമയം എന്നൊരു വർഷമുണ്ട്. മറ്റൊന്ന്, കൊച്ചി രാജാവ് കാൽനടയായി അത്തനാളിൽ തൃക്കാക്കര അപ്പനെ സന്ദർശിക്കാൻ പോകുമായിരുന്നു. പിന്നീട് ചില തർക്കങ്ങൾ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ വന്നതോടുകൂടി അത് നടക്കാതെ പോയപ്പോൾ അതിന് പകരമായി ചമയ ആഘോഷങ്ങളോടുകൂടി വന്ന് തൃക്കാക്കര അപ്പനെ തൃപ്പൂണിത്തുറയിൽ വെച്ച് രാജാവ് വന്ദിക്കുന്നതാണ് അത്താഘോഷങ്ങൾ എന്നുള്ള ചരിത്ര വ്യാഖ്യാനവും വന്നു. എന്തായാലും വർഷങ്ങളായി ഇടയ്ക്കൊന്ന് മുടങ്ങിയെങ്കിലും പിന്നീട് 61 വീണ്ടും ഇത് ആരംഭിച്ച് വളരെ ഭംഗിയായി കൊണ്ടുപോവുകയാണ് അത്തച്ചമയ ആഘോഷങ്ങൾ. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത, ഇതിന്റെ തുടക്കകാലം മുതൽ ഇതൊരു മതസൗഹാർദ്ദത്തിന്റെ ആ ഒരുമ വിളിച്ചോതുന്ന ഒന്നുകൂടിയായിരുന്നു. രാജാവ് തുടങ്ങിയ കാലത്ത് തന്നെ മുസ്ലിം പ്രതിനിധിയായി നെട്ടൂരിലെ തങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രതിനിധി, അതുപോലെ നമ്മുടെ കരിങ്ങാച്ചിറ കത്തനാർ, അതിന്റെ പ്രതിനിധി ഇവിടെയുണ്ട്. ചെമ്പിൽ അരയൻ, കൊച്ചി രാജ്യത്തിന്റെ നാവികസേനാ തലവനായിരുന്നു ചെമ്പിൽ അരയൻ, ധീവര സഭയെല്ലാം പ്രതിനിധാനം ചെയ്തുകൊണ്ടുള്ള ചെമ്പിൽ അരയൻ, അവരെല്ലാം ഈ ഘോഷയാത്രയോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പൊ എത്രയോ പതിറ്റാണ്ടുകൾക്കപ്പുറവും കൊച്ചി രാജ്യവും ഈ തൃപ്പൂണിത്തുറയും മതസൗഹാർദ്ദത്തെ കുറിച്ച് ഉറക്കെ വിളിച്ചു പറഞ്ഞിരുന്ന ഒരു നാടാണ്. എനിക്ക് തോന്നുന്നത് തൃപ്പൂണിത്തുറയെ നമുക്ക് ഒരു ചരിത്ര നഗരമാക്കി, ഒരു പൈതൃക നഗരമാക്കി ഉയർത്തിക്കൊണ്ടുവരണം. തൃപ്പൂണിത്തുറയ്ക്ക് ആ പൈതൃകമുണ്ട്, രാജകീയ പൈതൃകമുണ്ട്, കലയുടെ പൈതൃകമുണ്ട്, അനുഷ്ഠാന കലകളുടെ പൈതൃകമുണ്ട്. ഇവിടെ ഒരു പൈതൃക നഗരമാക്കി മാറ്റണം. സത്യത്തിൽ നിരവധി കൊട്ടാരങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, നിരവധി കൊട്ടാരങ്ങൾ, എനിക്ക് തോന്നുന്നു 50-ലേറെ കൊട്ടാരങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ലോകത്തൊരു രാജ്യത്തും ഇത്തരം കൊട്ടാരങ്ങൾ തകർക്കുകയില്ല. നിങ്ങൾ യൂറോപ്പിലൊക്കെ പോയാൽ 10-ാം നൂറ്റാണ്ടിലും 12-ാം നൂറ്റാണ്ടിലും ഉണ്ടായിരുന്ന ചരിത്ര സ്മാരകങ്ങളെ അവർ സംരക്ഷിക്കും, അവരതിനെ തകർത്ത് കളയില്ല. പക്ഷെ ഇവിടെ തൃപ്പൂണിത്തുറയിൽ നിരവധി കൊട്ടാരങ്ങളും പഴയ ചരിത്ര സ്മാരകങ്ങളും ഇല്ലാതായിക്കൊണ്ടിരിക്കുക, ഇപ്പൊ കുറഞ്ഞുകൊണ്ടിരിക്കുക. എന്റെ വിനയപൂർവമായ അഭിപ്രായം, അതെല്ലാം സംരക്ഷിക്കപ്പെടണം. അതൊരു പൈതൃക നഗരമായാൽ അതെല്ലാം സംരക്ഷിക്കപ്പെടും. അതുപോലെ ഇവിടെ വനിതാ കഥകളി സംഘം 50 വർഷം പൂർത്തിയാക്കിയ അനുഷ്ഠാന കലകളുടെ കഥകളിയുടെ ഒക്കെയാണ്. ഞാൻ ആദ്യമായി കഥകളി കാണുന്നത് പൂർണ്ണത്ര ഈശ്വരന്റെ ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും കഥകളി ഉണ്ടാവും. അങ്ങനെയാണ് കഥകളിയിലെ കഥ അറിയാം, കഥകളി അറിയില്ല. പക്ഷെ കഥ അറിഞ്ഞുകൊണ്ട് കഥകളി കാണാൻ ഇവിടെയാണ് വന്നിരുന്നത്. ഇതിന്റെ എല്ലാം കേന്ദ്രം തൃപ്പൂണിത്തുറയായിരുന്നു. തൃപ്പൂണിത്തുറയെ ആ പഴകിയ രാജകീയ പ്രൗഢിയിലേക്ക്, ആ പാരമ്പര്യത്തിലേക്ക് അതിനെ നിലനിർത്തി, ഇതാണിപ്പോ ലോകം മുഴുവൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഷോക്കേസ് ചെയ്യുന്നത്. ഞാൻ MLA ആയി 2001 ചെല്ലുമ്പോ പറവൂരിനൊരു ബന്ധം കൂടിയുണ്ട് തൃപ്പൂണിത്തുറയിൽ. എന്താ കാര്യം? കൊച്ചി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്തച്ഛന്റെ നാട് പറവൂരിലെ ചേന്നമംഗലത്താണ്, അല്ലേ? അതാണ് കൊച്ചിയും പറവൂരും തമ്മിലുള്ള ബന്ധം. പിന്നെ കൊച്ചി തിരുവിതാംകൂറിന്റെ അതിർത്തിയാണ്. പറവൂര് എന്നാൽ നിങ്ങൾക്ക് കൊതിക്കല്ല് കാണാം, കൊതിക്കല്ല്. എന്താ കൊതിക്കല്ല്? മറ്റേ കൊതിയല്ല, നമ്മുടെ കൊതിയല്ല. കൊച്ചി തിരുവിതാംകൂർ അതിർത്തിയുടെ കല്ലാണ് കൊതിക്കല്ലെന്ന് പറയുന്നത്. പറവൂരിൽ പല സ്ഥലത്തും ഉണ്ട്, കൊച്ചിയും തിരുവിതാംകൂർ. പണ്ട് കൊച്ചിയിൽ നിന്ന് തിരുവിതാംകൂറിലേക്ക് നാട് കടത്തിയിരുന്നത് ചേന്നമംഗലത്തെ തോടിന്റെ അപ്പുറത്തേക്ക് കടത്തിവിടില്ല, മനസ്സിലായി? ചെറിയ തോട് കടത്തിവിട്ട് നാട് കടത്തലായി. അന്ന് ഞാൻ ചെല്ലുമ്പോൾ പാലിയത്തച്ഛന് ഡച്ചുകാര് പണിത് കൊടുത്ത ഡച്ച് മാതൃകയിലുള്ള ഒരു മനോഹരമായ പാലസ് ഉണ്ട്. അത് ഇടിഞ്ഞു കഴിഞ്ഞപ്പോ വീഴാനായി കിടക്കുക. നിങ്ങൾ ഒപ്പം ഒന്ന് പോയി കാണണം. അത് ഞങ്ങൾ സംരക്ഷിച്ചു. പാലിയത്തച്ഛന്റെ 4 കെട്ട് തകർന്നു പോകുമായിരുന്നു. പക്ഷെ പാലിയത്തച്ഛന്റെ 4 കെട്ടും ഊട്ടുപുരയും
എല്ലാം ഇപ്പോൾ പൈതൃക സ്മാരകങ്ങളാണ്. ഈ കാലഘട്ടത്തിൽ ഒരു പൈതൃക സ്മാരകങ്ങളെയും തകർക്കാതെ ഈ പൈതൃക പാരമ്പര്യത്തെ കാത്തുസൂക്ഷിക്കണം. ഞാൻ ബഹുമാനപ്പെട്ട MP യോടും MLA യോടും മുനിസിപ്പൽ ഭരണസമിതിയോടും എല്ലാവരും സാംസ്കാരിക ഉത്സവങ്ങളുടെ കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന അത്തച്ചമയ ഘോഷയാത്ര ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് തന്നെ പൂർണ്ണത്രയീശന്റെ ക്ഷണമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ ഒക്കെ ഉത്സവമാണ് ഓണം. പക്ഷേ ഞാൻ സ്നേഹത്തിന്റെ ഉത്സവമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇവിടെ ഈ അധ്യക്ഷ വേദി അലങ്കരിക്കുന്ന വ്യക്തിത്വങ്ങളുമായിട്ടുള്ള എന്റെ അടുപ്പം ഒന്നോ രണ്ടോ വാക്കുകളിൽ ഞാൻ സൂചിപ്പിച്ച് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കാം. ആദ്യം എനിക്ക് പറയാനുള്ളത്, എല്ലാവരും കാത്തിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ടുള്ള എന്റെ അടുപ്പം. എനിക്ക് ധൈര്യമായിട്ട് പറയാം, ഈ സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാനങ്ങളും എനിക്ക് വേണ്ട എന്ന് ആദ്യമേ പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ എനിക്ക് എന്തും വളരെ തുറന്ന് സംസാരിക്കാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കുറിച്ച് പലതും പറയും. വെരി ഡാഷിംഗ് സതീശൻ, വെരി ഡെയറിംഗ് സതീശൻ, വെരി ഡിപ്ലോമാറ്റിക് സതീശൻ. ദോഷൈക ദൃക്കുകൾ പറയും വെരി ഡോമിനേറ്റിംഗ് സതീശൻ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും വെരി ഡൗൺ ടു എർത്ത് സതീശൻ. അതാണ് നമ്മുടെ മുഖ്യമന്ത്രി. ഞാനിത് പറയാൻ കാരണം ഒരു അനുഭവം മാത്രം പറയാം. രാഷ്ട്രീയമില്ല, ഇത് രാഷ്ട്രീയത്തിന് അതീതമായ മതസൗഹാർദ്ദത്തിൽ ഊന്നിയുള്ള ഒരു ആഘോഷമാണ്. ഒരു ചെറിയ അനുഭവം പറയാം. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ എന്നെ ഒരു ദിവസം പ്രചരണത്തിന് കിട്ടണമെന്ന് അന്നത്തെ സ്ഥാനാർത്ഥി ആഗ്രഹിച്ചു. ഞാൻ അവിടെ ചെന്ന് തുരുതുരാ യോഗങ്ങളിൽ പങ്കെടുക്കുകയാണ്. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് അവിടെ ചെന്നപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട ചുമതല വഹിച്ച നമ്മുടെ മുഖ്യമന്ത്രി ലിസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞു, എത്ര പ്രസംഗങ്ങൾ? 42 മീറ്റിങ്ങുകളോ. ജഗദീഷ് ചേട്ടന് അത്രയൊന്നും പ്രസംഗിക്കേണ്ട, ഒരു 21 അല്ലെങ്കിൽ 22, അതിൽ കൂടുതൽ വേണ്ട. അന്ന് ഞാൻ അദ്ദേഹത്തിന്റെ ആ പ്രത്യേകത മനസ്സിലാക്കി. അതായത് നമ്മുടെ ബുദ്ധിമുട്ടുകൾ, മറ്റുള്ളവന്റെ ബുദ്ധിമുട്ടുകൾ, ഇത് 42 യോഗങ്ങളിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. ഓടി ആ ചെങ്ങന്നൂർ ഒരു മണ്ഡലത്തിൽ മുഴുവൻ ഓടിയെത്തുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ഇന്ന് അദ്ദേഹത്തിന്റെ ഞാൻ വന്നോടൻ സംസാരിച്ചത് എന്താണെന്ന് നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചത്, CM അങ്ങയുടെ പ്രസ് മീറ്റ് കാണാൻ ഞങ്ങൾ താല്പര്യപൂർവ്വം ബുധനാഴ്ചകളിൽ കാത്തിരിക്കുന്നു. ഏറ്റവും നല്ല എന്റർടൈൻമെന്റ്, അത് വിനോദവും വിജ്ഞാനവും അതിനകത്തുണ്ട്. The way he is handling press, അത് കണ്ടു പഠിക്കേണ്ടത് തന്നെയാണ്. With facts and figures. അതല്ലാതെ സൂപ്പർഫ്ലോസ് ആയിട്ടുള്ള ഉപരിപ്ലവമായിട്ടല്ല ഡീൽ ചെയ്യുന്നത്, മറിച്ച് കാര്യങ്ങൾ പഠിച്ച് അപഗ്രഥിച്ച്. പ്രതിപക്ഷ നേതാവാകുമ്പോൾ എന്റെ ജ്യേഷ്ഠൻ, അദ്ദേഹം നിയമസഭാ സെക്രട്ടറിയിൽ സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്തതാണ്. നിയമസഭയിലെ പ്രസംഗങ്ങളെല്ലാം ക്രോഡീകരിച്ച് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നു എന്നതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രസ് കോൺഫറൻസുകൾ എല്ലാം തന്നെ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്ര താല്പര്യത്തോടുകൂടിയാണ് ജനങ്ങൾ കേട്ടിരിക്കുന്നത്. ഇത് രാഷ്ട്രീയമല്ല. ഞാൻ നിഷ്പക്ഷനായിട്ടുള്ള ഒരു കലാകാരൻ, എനിക്ക് കലാകാരന് ഈ സർക്കാരിനെ വിമർശിക്കാനും ഉണ്ടായിരുന്ന ഒരു കലാകാരനാണ് ഞാൻ. അദ്ദേഹത്തിന്റെ കുടുംബവുമായിട്ട് നല്ല ബന്ധമുണ്ട്. അനൂപ് ജേക്കബ് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ജേക്കബ് സാറിനാണ് ഓർക്കുന്നത്. ആ സ്നേഹ വായ്പ കാള വയൽ മത്സരം ഒക്കെ തന്നെ ഞാൻ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ജേക്കബ് സാറിന്റെ ക്ഷണം സ്വീകരിച്ചത്. വളരെ ജനകീയനായിട്ടുള്ള ഒരു നല്ല MLA ആണ് ജഗദീഷ് ചേട്ട. അദ്ദേഹത്തിന് വേണ്ടി ഇന്നൊന്ന് വരണം. ഒരു ഷോർട്ട് നോട്ടീസാണ് എനിക്ക് കിട്ടിയത്, എന്നാൽ പോലും ഞാൻ വന്നു. അങ്ങനെ ഇവിടെ മുനിസിപ്പൽ ചെയർമാൻ എന്നെ ഇവിടെ ക്ഷണിച്ചു കൊണ്ടുവന്ന ഇവിടുത്തെ കൗൺസിലർ പറഞ്ഞു, മുനിസിപ്പൽ ചെയർമാൻ വളരെ സാധാരണക്കാരന്റെ മനസ്സുള്ള ഒരു മുനിസിപ്പൽ ചെയർമാനാണ് ശ്രീ ബാബു. അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ സ്നേഹത്തിന്റെ മുഖങ്ങളാണ്. ഇനി സ്നേഹത്തിന്റെ മുഖങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരു വാക്കുകൂടി എനിക്ക് പ്രത്യേകം പറയാനുണ്ട്. ഞാൻ ഉടുത്തിരിക്കുന്ന മുണ്ട് നിങ്ങളൊന്ന് കാണുക. ഇതെന്താണ് ഇത് കാണിക്കുന്നതെന്ന് വെച്ചാൽ, ഇത് ഓണക്കോടിയായി ശ്രീ കുഞ്ചാക്കോ ബോബൻ എനിക്ക് ഇന്നലെ സമ്മാനിച്ചതാണ്. മാത്രമല്ല കുഞ്ചാക്കോ ബോബന്റെ പ്രിയ പത്നി പ്രിയ എനിക്കും കുറച്ച് കലാകാരന്മാർക്ക് വേണ്ടി അവരുടെ കൈകൊണ്ട് പാചകം ചെയ്ത ഉപ്പേരിയൊക്കെ കൊടുത്തയക്കുകയുണ്ടായി. ഇതൊക്കെയാണ് സ്നേഹത്തിന്റെ മുഖങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ആ സ്നേഹത്തിന്റെ ആഘോഷം ഇവിടെ സാംസ്കാരിക ഉത്സവമാണ്. സ്നേഹത്തിലൂന്നി, സാഹോദര്യത്തിലൂന്നി, മതനിരപേക്ഷതയിൽ, മത സൗഹാർദ്ദത്തിലൂന്നി കൊണ്ടാടുന്ന ഈ ആഘോഷം എന്ന് പറയുന്നത് നാടിന് തന്നെ മാതൃകയാണ്. ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും ഒക്കെ തോളോട് തോൾ ചേർന്ന് ഇങ്ങനെ ഒരു ആഘോഷത്തിന്റെ ഭാഗമാകുമ്പോൾ അത് നാടിന്റെ മഹത്വമാണ് ഉയർത്തി കാട്ടുന്നത്. ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ഈശ്വര നിശ്ചയമാണ്. ഇത് ഐശ്വര്യത്തോടെ തന്നെ ഇത് എല്ലാ രീതിയിലും മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട ശ്രീ ജഗദീശ്വരനടക്കം മറ്റെല്ലാ ബഹുമാന്യരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സ്നേഹിതരെ,
2026 അത്തച്ചമയ ഘോഷയാത്ര ഇന്നിവിടെ ആരംഭം കുറിക്കുകയാണ്. പ്രതിപാദിച്ചതുപോലെ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവും പൈതൃകവുമുള്ള നമ്മുടെ വലിയൊരു സാംസ്കാരികതയുടെ ഒരു ഒത്തുചേരലാണ് ഇവിടെ. മതേതരത്വത്തിൻ്റെയും നന്മയുടെയും സാഹോദര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ വലിയ സന്ദേശം എവിടെ നിന്ന് ഉയരുന്നു എന്ന് ചോദിച്ചാൽ അത് തൃപ്പൂണിത്തറ അത്ത നഗരിൽ നിന്നാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയുവാൻ കഴിയും. നമ്മളെല്ലാവരും പല കാലഘട്ടങ്ങളിൽ ഇവിടെ ഒരുമിച്ച് വരാറുള്ളവരാണ്. അത് തന്നെ ഈ ഒരു ഒത്തുചേരലിൻ്റെ പ്രത്യേകതകളൊന്നായി നൽകുന്നു. ഈ അത്ത ദിവസം വലിയൊരു ഓണസമ്മാനമാണ് നമുക്ക് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. തൃപ്പൂണിത്തറയെ പൈതൃക നഗരമായി ഉയർത്തുക എന്ന സുപ്രധാനമായ തീരുമാനം അദ്ദേഹം ഈ വേദിയിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. ഏറെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് അത് നോക്കിക്കാണാൻ കഴിയുന്നത്. തൃപ്പൂണിത്തറയുടെ ഒരു പൈതൃക നഗരം എന്ന ആ ഒരു വികസനം അത് തീർച്ചയായിട്ടും ഒരു MLA എന്ന നിലയിൽ എനിക്കും ഏറെ സന്തോഷം നൽകുന്ന ഒന്നാണ്. കാരണം തൃപ്പൂണിത്തറ ഹിൽ പാലസിന്റെ പൈതൃക നഗര പട്ടികയിൽ ആ ഒരു പ്രദേശവും കൂടി ഉൾക്കൊള്ളുന്നു എന്നത് MLA എന്ന നിലയിലുള്ള ഒരു വ്യക്തിപരമായ സന്തോഷവും ഇവിടെ പ്രതിപാദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പ്രതിപാദിച്ചതുപോലെ പലപ്പോഴും നമ്മുടെ അത്തരത്തിലുള്ള പഴമയുള്ള ചരിത്രമുറങ്ങുന്ന പല കെട്ടിടങ്ങളും ഇന്ന് നാമാവശേഷമായിരിക്കുകയാണ്. അതൊക്കെ പലപ്പോഴും ഉണ്ടാക്കുന്നത് നമ്മൾ ചരിത്രത്തോട് ചെയ്യുന്ന വലിയ അനീതിയും വരുന്ന തലമുറയോട് ചെയ്യുന്ന അനീതിയുമാണ്. ഇതൊക്കെ പഠിക്കുവാനും മനസ്സിലാക്കാനും പകർന്നു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. നമ്മുടെ പൂർവികർ പകർന്നു തന്നാണല്ലോ നമ്മൾ ഇന്ന് ആഘോഷത്തോടെ കൊണ്ടുപോകുന്നത്. അതേ അർത്ഥത്തിൽ നമുക്ക് അടുത്ത തലമുറയ്ക്ക് ഇതിനെല്ലാം പകർന്നു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ചരിത്ര യാഥാർത്ഥ്യങ്ങളെ അതിനെ നിലനിർത്തുക എന്ന വലിയ ഉത്തരവാദിത്തമാണ്. അത് ഗവൺമെന്റ് അക്കാര്യത്തിൽ പ്രധാനപ്പെട്ട ഒരു തീരുമാനവും മുൻകൈയും എടുക്കും എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇവിടെ സൂചിപ്പിച്ചത്. ഹിൽ പാലസിന്റെ നവീകരണം വിവിധ ഘട്ടങ്ങളിലൂടെ നടത്തുന്നു എന്നത് വസ്തുതയാണെങ്കിൽ പോലും അതിന്റെ ആ ഒരു പൂർണ്ണ ശോഭയിൽ അത് ഉയർത്തിക്കൊണ്ട് എത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടെ നിന്ന് നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സന്ദർശകരെത്തുന്ന മ്യൂസിയങ്ങളിൽ ഒന്ന് ഹിൽ പാലസ് ആണ്. ഏറ്റവും കൂടുതൽ വിദേശികളടക്കം സ്വദേശികളും ഉത്തരേന്ത്യക്കാരും അടക്കം അനവധി പേർ കടന്നു വരുന്നൊരു സ്ഥലമാണ്. അപ്പൊ അവിടെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഡിസ്പ്ലേ ഒക്കെ അതിന്റെ വിവിധ പ്രദർശനങ്ങളുടെ ഡിജിറ്റൽ ഡിസ്പ്ലേയും അടക്കം ഒരുപാട് ആധുനികവൽക്കരണത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും അതിന് കൂടുതൽ ഇന്നത്തെ കാലഘട്ടത്തിന് അനുസൃതമായുള്ള മാറ്റങ്ങൾ അവിടെ എത്തണം. പൈതൃക നഗരം എന്ന നിലയിൽ തൃപ്പൂണിത്തറ കടന്നു വരുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ ഹിൽ പാലസ് തൊട്ടുള്ള എല്ലാ പ്രദേശങ്ങളിലെയും സമഗ്രമായ നവീകരണവും പുരോഗതിയും അക്കാര്യത്തിൽ വരുവാൻ കഴിയും. എന്തായാലും അതിനെ സംബന്ധിച്ചുള്ളൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക എന്നതാണ് ആവശ്യം. അത് തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട MLAയും മുനിസിപ്പൽ കമ്മിറ്റിയും ഒക്കെയായി കൂടി ആലോചിച്ച് വ്യക്തമായ ഒരു പദ്ധതി ഉടനെ തന്നെ നമുക്ക് രൂപീകരിച്ച് അതിനകത്ത് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ വേണം, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ വേണം. കാരണം അതിനകത്ത് ഏതൊക്കെ നിലയിലുള്ള ആശയങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നും കൂടി വരണം. അങ്ങനെ ആശയങ്ങളെ സംയോജിപ്പിച്ച് നമുക്ക് ഏറ്റവും മികച്ച നിലയിലുള്ള ഒരു പൈതൃക കേന്ദ്രത്തിലേക്ക് നമുക്ക് വരുവാൻ കഴിയും എന്ന ആ ഒരു സന്തോഷവും ഞാനിവിടെ പങ്കുവെക്കുന്നു. ദീർഘിപ്പിക്കുന്നില്ല. ഈ സമ്മേളനത്തിലേക്ക് കടന്നു വന്ന എല്ലാവരെയും പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകളും അത്തം ദിവസത്തിന്റെ എല്ലാ നന്മകളും നേർന്നുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി. ശ്രീ അഡ്വക്കേറ്റ് സമ്പന്നനാക്കുന്നതിനെ ക്ഷണിക്കുന്നു. അധ്യക്ഷൻ പ്രിയങ്കരനായ MLA ശ്രീ ദീപക് ജോയ്, നമ്മളുടെ ഈ ഓണപതാക അത്തത്തിന്റെ ഈ പതാക ഉയർത്തിയ പ്രിയപ്പെട്ട നമ്മുടെ സിവിൽ സപ്ലൈസ് മന്ത്രി ശ്രീ അനൂപ് ജേക്കബ്, ഉദ്ഘാടനം നിർവഹിച്ച ആദരണീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവറുകൾ, മറ്റ് ജനപ്രതിനിധികൾ, നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായ അതുല്യനായ കലാകാരൻ പ്രിയപ്പെട്ട ശ്രീ ജഗദീഷ്, മറ്റ് വിശിഷ്ടാതിഥികൾ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കേരളത്തിലും ലോകമെമ്പാടും ഇന്ന് ഔദ്യോഗികമായി ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഇനിയുള്ള 10 ദിവസങ്ങൾ രാവും പകലും ആഘോഷ തിമിർപ്പിലാണ് മലയാളികൾ. കേരളത്തിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള മലയാളികൾ എല്ലാവരും ഓണം ആഘോഷിക്കാന് കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ അതിന് തുടക്കം കുറിക്കുന്ന ഈ അവസരത്തിൽ തൃപ്പൂണിത്തുറയിലെ വളരെ പരമ്പരാഗതമായിട്ടുള്ള ഈ ആഘോഷം അതിന്ന് കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് നമ്മളുടെ ഘോഷയാത്ര തുടങ്ങാൻ പോകുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല.
എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇതിൽ പങ്കെടുക്കാനും ഇത് കാണാനും ആസ്വദിക്കാനും എല്ലാം കാത്തിരിക്കുന്ന ഈ അവസരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തിരുവോണത്തിന്റെ മംഗളങ്ങൾ നേരുന്നു. ഈ സന്തോഷവും സമൃദ്ധിയും വരുന്ന ഒരു വർഷക്കാലം അടുത്ത ഓണം വരെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനുവേണ്ടി ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ആദരണീയനായ മുഖ്യമന്ത്രി നടത്തിയ വളരെ സുപ്രധാനമായിട്ടുള്ള പ്രഖ്യാപനം തൃപ്പൂണിത്തുറയെ ഒരു ഹെറിറ്റേജ് സിറ്റി ആയി അതിനെ നിലനിർത്തും, അതിനെ വളർത്തും, അതിനെ പരിപാലിക്കും എന്നുള്ള പ്രഖ്യാപനം തീർച്ചയായിട്ടും ഞാൻ ബഹുമാനപ്പെട്ട MLA പറയുകയായിരുന്നു. യുനെസ്കോയുടെ ഒരു പദ്ധതിയുണ്ട്. ലോകത്തിലെ വിവിധ പട്ടണങ്ങൾ അവയുടെ ഓരോന്നിന്റെയും പ്രത്യേകതകൾ കണക്കിലെടുത്ത് അതിനൊരു ടാഗ് കൊടുക്കുക, ഒരു യുനെസ്കോ ടാഗ്. സിറ്റി ഓഫ് ഹെറിറ്റേജ്, സിറ്റി ഓഫ് എന്താണ് പറയുക, ലേണിംഗ്, സിറ്റി ഓഫ് ലിറ്ററേച്ചർ. നമ്മുടെ കോഴിക്കോടിന് സിറ്റി ഓഫ് ലിറ്ററേച്ചർ എന്നുള്ള യുനെസ്കോ ടാഗ് കിട്ടിയിട്ടുണ്ട്. തൃശ്ശൂരിന് സിറ്റി ഓഫ് ലേണിംഗ് കിട്ടിയിട്ടുണ്ട്. കോട്ടയത്തിന് നമ്മൾ സിറ്റി ഓഫ് മീഡിയ ആർട്സ് എന്നുള്ള ടാഗിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തൃപ്പൂണിത്തുറയ്ക്ക് നമുക്ക് സിറ്റി ഓഫ് ഹെറിറ്റേജ് എന്നുള്ള ആ യുനെസ്കോ ടാഗ് അത് ലഭ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. ബഹുമാനപ്പെട്ട MLA നേതൃത്വത്തിൽ മുനിസിപ്പൽ ഭരണ സംവിധാനത്തിന്റെ നേതൃത്വത്തിലാണ് അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. അതിനുവേണ്ടി എല്ലാ സഹകരണവും തീർച്ചയായിട്ടും ജില്ലാ ഭരണകൂടവും സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റ് തലത്തിലും, കേന്ദ്ര ഗവൺമെന്റ് വഴിയാണ് അത് യുനെസ്കോയിലേക്ക് പോകേണ്ടത്. അതിനുവേണ്ടി എല്ലാ സഹായവും ഉണ്ടായിരിക്കും എന്ന് വളരെ സന്തോഷപൂർവ്വം വിനയപൂർവ്വം അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി തിരുവോണത്തിന്റെ മംഗളങ്ങൾ, അതിന്റെ സന്തോഷം എല്ലാം വളരെ ഹാർദവമായി നേർന്നുകൊണ്ട് വളരെ ഭംഗിയായി ചടങ്ങ് സംഘടിപ്പിച്ച മുനിസിപ്പൽ ഭരണ സംവിധാനത്തെ, മുനിസിപ്പൽ അധികാരികളെ എല്ലാവരെയും, നമ്മുടെ എല്ലാ ജനപ്രതിനിധികളെയും, സംഘാടക സമിതിയും എല്ലാവരെയും ഹാർദവമായിട്ട് അനുമോദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.